ഇന്ത്യ എന്നൊരു രാജ്യത്തിന്റെ പ്രതീക്ഷയുള്ള ഒരു പ്രതിപക്ഷത്തിന് പ്രതീക്ഷയുള്ള ഒരു നേതാവാണ്. ആരാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിഷേധം. കേരളത്തിലെമ്പാടും കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് ഇത്തരത്തിലുള്ള ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയാണ്. നമ്മുടെ പ്രിയങ്കരനും ആരാധ്യനുമായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലുമെന്ന് പരസ്യമായി ചാനൽ ചർച്ചയിലൂടെ RSSന്റെ BJPയുടെ നേതാവ് പ്രഖ്യാപിച്ചു. ഈ BJP നേതാവ് പിന്റു എന്ന പേരുള്ള RSS നേതാവ് ഈ ചാനൽ ചർച്ചയിൽ നടത്തിയ ക്രൂരമായ പരാമർശം അത് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ അങ്ങേയറ്റം പ്രതിഷേധിക്കുകയും രോഷാകുലരായി നിൽക്കുകയാണ്. ഓരോ RSSകാരൻ്റെ മനസ്സിൽ എന്താണ് രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള അവരുടെ ചിന്ത എന്നതിൻ്റെ തെളിവാണ് ഒരു RSSകാരൻ്റെ മനസ്സിൽ നിന്ന് അവൻ്റെ ചിന്തയിൽ നിന്ന് പുറത്തു വന്നത്. നമുക്കറിയാം, നെഹ്റു കുടുംബം നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗാന്ധി നെഹ്റു കുടുംബം ജീവത്യാഗം ചെയ്തിട്ട് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ദിരാജി വെടിയേറ്റ് മരിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയായി. അതോടൊപ്പം രാജീവ് ഗാന്ധി പിടഞ്ഞു വീണ് മരിച്ചത് നമ്മുടെ രാജ്യത്തെ ജനതയെ ഒറ്റക്കെട്ടായി നിർത്തുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ഗാന്ധി നെഹ്റു കുടുംബം വെടിയുണ്ടയ്ക്ക് മുന്നിൽ, തോക്കിന് മുന്നിൽ പതറാതെ, കീഴടങ്ങാതെ, മുന്നോട്ട് പോകാതെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരാണ്. ആ ഗാന്ധി നെഹ്റു കുടുംബത്തിൽ നിന്ന് രാഷ്ട്രീയത്തിൽ വന്ന് ലോക്സഭാ അംഗമായി, ലോക്സഭയിലെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധി ഓരോ ദിവസം കഴിയുന്തോറും ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയും BJPയും കേന്ദ്രത്തിൽ നടത്തുന്ന ദുർഭരണത്തിനെതിരായി, വർഗീയ ഫാസിസ്റ്റ് ഭരണത്തിനെതിരായി അതിശക്തമായ പോരാട്ടത്തിലാണ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര വിദ്വേഷത്തിന്റെ കടയിൽ സ്നേഹത്തിന്റെ സന്ദേശം പകർത്തിക്കൊണ്ടാണ്, സ്നേഹത്തിന്റെ സന്ദേശം വിളമ്പിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി 10,000 കിലോമീറ്റർ ദൂരം കന്യാകുമാരിയിൽ നിന്ന് കാസർഗോഡേക്ക് കാൽനടയായി, കന്യാകുമാരിയിൽ നിന്ന് ശ്രീനഗറിലേക്ക്, കാശ്മീരിലേക്ക് കാൽനടയായി പോയി. മാത്രമല്ല, മണിപ്പൂരിൽ നിന്ന് ഗുജറാത്തിലേക്ക്, അഹമ്മദാബാദിലേക്ക് അദ്ദേഹം മറ്റൊരു യാത്ര നടത്തുന്നു. നമുക്കറിയാം, ബീഹാറിൽ ജനങ്ങളെ ആകെ ഇളക്കി മറിച്ചുകൊണ്ട് വോട്ടധികാര യാത്ര നടത്തി. ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും നാം കാണാത്ത അതിശക്തമായ ബഹുജന മുന്നേറ്റമാണ് വോട്ടധികാര യാത്രയിലൂടെ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷവും നീതിപൂർവമായി പ്രവർത്തിക്കേണ്ട ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചുകൊണ്ട്, വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് കൃത്രിമ വിജയം നേടി ഈ രാജ്യത്തിന്റെ ഭരണം കൈയാളുന്ന BJPയും RSSും അതിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷായും അവർ നടത്തുന്ന വോട്ട് കൊള്ളയ്ക്കെതിരായി രേഖകൾ നിരത്തിക്കൊണ്ട്, റെക്കോർഡുകൾ വെച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് വേണ്ടി ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നതിന്റെ കൃത്യമായ രേഖകൾ വെച്ചുകൊണ്ട് കഴിഞ്ഞ എത്രയോ നാളുകളായി രാഹുൽ ഗാന്ധി പോരാട്ടത്തിലാണ്. അവസാനം ഇലക്ഷൻ കമ്മീഷന് രാഹുൽ ഗാന്ധിയുടെ
പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കേണ്ടി വന്നു. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ശരിയാണെന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ഒരു പ്രതീക്ഷയായി നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ കഴിയുള്ളൂ. നമ്മുടെ രാജ്യത്തിന്റെ നിഷ്പക്ഷ നീതിപൂർവമായി തെരഞ്ഞെടുപ്പ് നടന്ന് ഓരോ 5 വർഷം കഴിയുന്നതോറും ഇവിടെ തെരഞ്ഞെടുപ്പ് വന്ന് ജനങ്ങൾ വോട്ട് ചെയ്ത് ഭൂരിപക്ഷം ലഭിക്കുന്നവർ അധികാരത്തിൽ വരുന്ന ജനാധിപത്യ സംവിധാനത്തെ ആകെ അട്ടിമറിച്ചുകൊണ്ട് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് എല്ലാ ഒപ്പീനിയൻ പോളും എല്ലാ സർവേകളും പ്രഖ്യാപിച്ചിട്ടും അവിടെ നമ്മൾ തോറ്റു. ആ തോറ്റത് എന്തുകൊണ്ടാണെന്ന് അതിന്റെ സത്യത്തിലേക്ക് വസ്തുതകളിലേക്ക് കടന്നു എന്ന് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി. അട്ടിമറിയാണ്, വോട്ടർ പട്ടിക അട്ടിമറി. ഒരു കടമുറി മാത്രമുള്ളിടത്ത് 100 വോട്ട് 150 വോട്ട്, ഒരു വീട്ടിൽ 200 250 300 വോട്ട്, അങ്ങനെ വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്ത് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് ആ വോട്ടർ പട്ടിക അത് ഉപയോഗിച്ചുകൊണ്ടാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും BJP അധികാരത്തിൽ വന്നതെന്ന് നമുക്ക് ബോധ്യപ്പെടുകയുണ്ട്.